ഇനി ഒന്ന് വയനാട്ടിലേക്ക് പോകാം. അവിടെ മാനന്തവാടിയിലെ ഒരു വനിതാ കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നൃത്തച്ചുവടുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ 2 വർഷം മുമ്പ് അവർ ക്ഷേത്രത്തിലെ ഒരു നൃത്ത പരിപാടി ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇത് കണ്ട കൊള്ളാലോ, എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് കളിച്ചുകൂടാ എന്നൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, അവർ പഠിച്ചപ്പോൾ അവർക്ക് അവസരങ്ങൾ കിട്ടി, അവർ കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു നല്ലൊരു ഡാൻസ് ട്രൂപ്പായി മാറി. സാധാരണക്കാരായ 16 സ്ത്രീകൾ, അംഗനവാടി ടീച്ചറും സെയിൽസ് ഗേളുമൊക്കെ സംഘത്തിലുണ്ട്. എല്ലാവരും 24 മുതൽ 50 വയസ്സുവരെ പ്രായമുള്ളവർ. രണ്ടു വർഷം മുമ്പ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ നൃത്ത പരിപാടി കണ്ടപ്പോഴാണ് ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയാൽ എന്തായെന്ന് ഇവർ ചിന്തിക്കുന്നത്. നൃത്തം കുറച്ചെങ്കിലും അറിയാവുന്ന 2 പേരെ അന്ന് സംഘത്തിലുണ്ടായിരുന്നുള്ളൂ. പഠിപ്പിക്കാൻ ആളെ വിളിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്നതിനാൽ എല്ലാവരും സ്വയം പരിശീലനം തുടങ്ങി. അങ്ങനെ രൂപം കൊണ്ട ചിലങ്ക ട്രൂപ്പ് ഇതിനോടകം നിരവധി വേദികളിൽ നൃത്തം ചെയ്തു കഴിഞ്ഞു. ആറാട്ടുതറ സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമാണ് ഇവരുടെ പരിശീലനം. ഞങ്ങളുടെ ഒരു സന്തോഷം, പിന്നെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, പിന്നെ എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു എക്സസൈസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഉത്സവ സീസൺ തുടങ്ങിയതോടെ കടുത്ത പരിശീലനത്തിലാണ് സംഘം. മാതൃഭൂമി ന്യൂസ്, വയനാട്. ഈ കാഴ്ചയ്ക്ക് ഒരു രസമുണ്ടല്ലേ, പള്ളിമുറ്റത്ത് ഗംഭീരമായിട്ടൊരു ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ്. ക്ഷേത്രങ്ങളിലേക്ക് അവർ പിന്നെ പരിപാടികളുമായി പോകുന്നു. അപ്പോൾ കമൽ പറയും, കമൽ കണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചിരുന്നാൽ പോരാ, ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഘമാണ്. അപ്പോൾ